എല്ലാവർക്കും നമസ്കാരം. വേദവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മുടെ വീണ്ടും ഒരു വിഷുക്കാലവും കൂടി വരികയാണ്. അപ്പം മേടസംക്രമ ഫലം ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നമ്മളേറെ കേൾക്കാറുള്ളൊരു വാക്കാണ് വിഷുഫലങ്ങൾ. അപ്പം മേടമാസം 1-ാം തീയതി ജ്യോതിശാസ്ത്രത്തിനായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രത്തിലെ പ്രഥമ ആരംഭ മാസമായിട്ടാണ് മേടമാസത്തെ കൽപ്പിക്കാറ്. അപ്പം മേടം തൊട്ടാണ് കവടിക്രിയകളൊക്കെ തന്നെ ആരംഭിക്കാറ്. അപ്പോൾ ഈ മേടസംക്രമത്തിൽ മേടം 1-ന് വിഷുഫലത്തിന് അല്ലെങ്കിൽ അന്നത്തെ ദിവസം നടക്കുന്നതും അന്നത്തെ ദിവസം ചെയ്യുന്നതും അന്നത്തെ ദിവസം കാണുന്നതുമായ കാര്യങ്ങൾക്കൊക്കെ അതീവ പ്രാധാന്യമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അന്നത്തെ ദിവസം കണി കാണൽ ചടങ്ങ് വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മളെല്ലാവരും ആചരിച്ചു വരാറ്. ചിങ്ങമാസത്തിൽ പ്രാധാന്യമാണ്. മലയാള മാസം ആരംഭിക്കുന്നത് ചിങ്ങമാസത്തോടു കൂടിയാണെങ്കിലും കണി കാണലിന് ഏറ്റവും പ്രാധാന്യം മേടമാസം തന്നെയാണ്. അന്ന് ഉണ്ണിക്കണ്ണനെ കണി കണ്ട് നമ്മുടെ ദിവസം ആരംഭിച്ചാൽ വളരെ ശുഭമായിരിക്കുമെന്നും അന്നത്തെ ദിവസം കൈനീട്ടം വാങ്ങിക്കുന്നതൊക്കെ വളരെ പ്രാധാന്യമുള്ളത് കൊണ്ട് നമ്മുടെ പ്രായമുള്ളവരുടെ കയ്യിൽ നിന്നൊക്കെ നമ്മൾ കൈനീട്ടം വാങ്ങിക്കാറുണ്ട്. അപ്പം അന്നത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ ശുഭത്വവും നമ്മുടെ കയ്യിലേക്ക് ധനം വന്നു ചേരുന്നത് നമുക്ക് ആ ഒരു വർഷം വളരെ പ്രാധാന്യം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രാചീന കാലം തൊട്ട് തന്നെ വിഷുക്കണിക്കും വിഷു കൈനീട്ടത്തിനൊക്കെ പ്രാധാന്യം വന്നത്. അപ്പോൾ ഈ വിഷുക്കാലത്ത് മേടം 1-ാം തീയതി നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ദോഷ ദുരിതങ്ങളും നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ശത്രുദോഷങ്ങളായ തന്നെയും ഇല്ലെങ്കിൽ വീട്ടിലൊരു നെഗറ്റീവ് അന്തരീക്ഷം നമ്മൾ എത്ര ചെയ്താലും ചില വീട്ടിലൊക്കെ ചെല്ലുമ്പം നമുക്ക് വളരെ പോസിറ്റീവായിട്ടൊരു എനർജി ആയിരിക്കും കിട്ടുന്നത്. ആ വീട്ടിലൊരു എനർജി ഉള്ളതുപോലെ അല്ലെങ്കിൽ അവിടെ ചെന്ന് നമുക്ക് പോരാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത് പോലെ. എന്നാൽ നമ്മുടെ വീട്ടിൽ പലരുടെയും വീടുകളിലൊക്കെ നമുക്കറിയാം എത്രയൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയാലും ഒരു നെഗറ്റീവായിരിക്കും. ആ വീട്ടിൽ നിൽക്കാനായിട്ട് തോന്നില്ല, ഇല്ലെങ്കിൽ ആ വീടിനൊരു പോസിറ്റീവ് എനർജി ഇല്ലാത്തതുപോലെ തോന്നും. ഇല്ലെങ്കിൽ ഇതൊക്കെ തന്നെ ഉണ്ടെങ്കിലും ശത്രുത എന്ന് പറയുന്നൊരു ദോഷം, ശത്രുദോഷങ്ങളായാലും നമ്മുടെ നക്ഷത്ര കാലദോഷങ്ങളൊക്കെ തന്നെയായാലും ഇല്ലെങ്കിൽ രോഗദുരിതങ്ങൾ നമ്മളെ വിട്ടുമാറാതിരിക്കുക. ഈ പറഞ്ഞതായ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മേടം 1-ാം തീയതി നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ അനുഷ്ഠാനങ്ങളിലൂടെയും ചെറിയ ചെറിയ പ്രാർത്ഥനാ കർമ്മങ്ങളിലൂടെയൊക്കെ ഈ ഒരു വർഷം നമ്മുടെ രോഗദുരിത ശത്രുദോഷ ശാന്തിയൊക്കെ വരുത്തി നമ്മുടെ ഗൃഹത്തെ ഐശ്വര്യപൂർണ്ണമാക്കാനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണ് നമുക്ക് ആ മേടമാസം 1-ാം തീയതി ചെയ്യേണ്ടത്, ഇല്ലെങ്കിൽ എപ്രകാരമാണ് അന്നത്തെ ദിവസം ആചരിക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് മേടമാസം 1-ാം തീയതി ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ നോൺ വെജ് വയ്ക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ ഭക്ഷണം അല്ലെ ആഹാര കാര്യത്തിൽ നോൺ വെജ് ആവശ്യമാണ്, ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് ഓരോരുത്തരുടെ വിശ്വാസം. എങ്കിലും അതൊരു ജീവനെ ഹനിക്കുന്നതാണ്. മാംസം ഭക്ഷിക്കുന്നവനെ പിശാചായിട്ടാണ് നമ്മൾ പറയുന്നത്. പിശനം ഭക്ഷ്യതി ഇത് പിശാചി എന്നാണ്. അതായത് മാംസം അത് ഭക്ഷിച്ചാൽ പിശാച്, അതായത് നെഗറ്റീവ് ഗുണത്തെ അവിടെ നൽകും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ മത്സ്യമാംസങ്ങൾ കഴിയാവുന്നതല്ല പരിപൂർണമായിട്ട് ആ ഒരു ദിവസം ഒഴിവാക്കുക. മറ്റുള്ള ജീവങ്ങളെ കൊന്നുകൊണ്ട് നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുന്നത് ഒഴിവാക്കിയാൽ തന്നെ ആ ഒരു വർഷത്തേക്കുള്ള നെഗറ്റീവ് നമ്മുടെ വീട്ടിൽ നിന്ന് മാറിക്കിട്ടും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഓരോരുത്തരുടെയും ആവശ്യപ്രകാരം ചെയ്യാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനൊന്നും നമ്മൾ വിലക്ക് പറയുന്നില്ല, കഴിക്കരുതെന്നും പറയുന്നില്ല. പക്ഷേ 1-ാം തീയതി നമ്മൾ ഒരു കാരണവശാലും മത്സ്യവും മാംസവും വീട്ടിൽ വയ്ക്കരുത്. അങ്ങനെ വെക്കാതിരിക്കുമ്പോൾ തന്നെ ആ വീട്ടിൽ ഹിംസ എന്ന് പറയുന്നത് മാറി ഒരു പോസിറ്റീവ് വരും. പ്രധാനമായി വന്ന് കണി കാണുന്നതിന് വേണ്ടി വിളക്ക് വയ്ക്കുക, ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുക, ഫലമൂലാദികൾ, അഷ്ടമംഗല്യ വസ്തുക്കൾ ഇതൊക്കെ വെച്ച് അന്നത്തെ ദിവസം രാവിലെ നമ്മൾ കണി കൊണ്ട് തുടരുക. സൽക്കർമ്മം ചെയ്യുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാതിരിക്കുക. ഏറ്റവും പ്രധാനം ദാനധർമ്മത്തിലാണ്. ദാനധർമ്മത്തിൻ്റെ വലിപ്പത്തിലല്ല, തുകയിലും മറ്റു കാര്യങ്ങളിലൊന്നും അല്ല ദാനധർമ്മം ഇരിക്കുന്നത്. നമ്മളാൽ കഴിയാവുന്നത് എന്താണോ അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്താൽ കിട്ടുന്ന പുണ്യം. ആ ഒരു പുണ്യം മതി ഒരു വർഷത്തേക്ക് നമ്മുടെ ദുരിതങ്ങളൊക്കെ തീരാനായിട്ട്. ജന്മജന്മാന്തര കർമ്മശാപങ്ങളൊക്കെ മാറുന്നതിന് ദാനധർമ്മം ഏറ്റവും ഉപകാരപ്പെടുമെന്നാണ്. ഇപ്പം രോഗദുരിതശാന്തിക്കായിട്ട് ഔഷധങ്ങളെ ദാനം ചെയ്യാം, നമ്മുടെ ഗ്രഹപ്പിഴയ്ക്ക് വേണ്ടിയിട്ട് ഗൃഹദാനങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കഴിവിനനുസരിച്ച് ക്ഷേത്രത്തിലേക്കോ സാധുജനങ്ങൾക്കോ രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കോ ദാനം ചെയ്യുക. നമ്മുടെ വീടുകളിലേക്ക് തുളസി, അത് ഏറ്റവും പ്രാധാന്യം ഉള്ളതാണ്. തുളസി ചെടിയുടെ മാഹാത്മ്യം എന്ന് പറയുന്നത് മറ്റ് പുഷ്പങ്ങളൊക്കെ അന്യപുഷ്പം ദിനേ ദിനേ
കൂവളത്തിൻ്റെ ഇല 6 മാസം, ചെത്തി 7 ദിവസം, താമര 7 ദിവസം, ഇങ്ങനെയാണ് പൂജിക്കുന്നതിൻ്റെ കണക്ക് പറയുന്നത്. എന്നാൽ തുളസി മാത്രം 1 വർഷം വരെ പൂജിക്കാമെന്നാണ് അതിൻ്റെ മാഹാത്മ്യത്തെ വിളിച്ചോതുന്നത്. അപ്പം തുളസിയെ തുലനം ചെയ്യാൻ സാധിക്കില്ല എന്നാണ്, അതിന് താതാത്മ്യം ചെയ്യാനായിട്ട് സാധിക്കാത്തതാണ് തുളസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു തുളസി ചെടി അന്നത്തെ ദിവസം നമ്മുടെ വീടിൻ്റെ വാതിക്കൽ, തുളസിത്തറ നിർബന്ധമാണ്, അതിനൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഒരു തുളസി ചെടിച്ചട്ടിയിലെങ്കിലും നട്ട് നമ്മുടെ പ്രധാന വാതിലിൻ്റെ മുൻവശത്തായിട്ട് വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. ആ തുളസി ചെടിക്ക് അന്ന് മുതൽ നമ്മൾ എല്ലാ ദിവസവും ഒരു വെള്ളം ഒഴിക്കും എന്ന് ശപഥം എടുക്കുക. അങ്ങനെ എല്ലാ ദിവസവും തുടങ്ങുന്നത് ഈ തുളസി ചെടിക്ക് ജലം ഒഴിച്ചുകൊണ്ടായാൽ നമ്മുടെ വീട്ടിലെ 90% ദുരിതങ്ങളും നമുക്ക് മാറിയതായിട്ട് അനുഭവത്തിൽ വരും. അതുപോലെ തന്നെയാണ് ശത്രുദോഷങ്ങൾ എന്തെങ്കിലും ഭൂമി സംബന്ധമായിട്ടോ ഗൃഹസംബന്ധമായിട്ടോ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ 1-ാം തീയതി ദിവസം സമീപത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ചെന്ന് കുരുതി വഴിപാട് നടത്തുക. ഈ കുരുതി വഴിപാട് അന്നേ ദിവസം വൈകുന്നേരത്തിനുള്ളിൽ, അന്നേ ദിവസം രാത്രി ആയാലും കുഴപ്പമില്ല, മധ്യാഹ്നം 1-ാം തീയതി മധ്യാഹ്നം കഴിയുന്നതിന് മുമ്പ് ഈ കുരുതി വീടിന് ചുറ്റും കൊണ്ട് തളിക്കുക. രാവിലെ ക്ഷേത്ര ദർശനം നടത്തി പുണ്യാഹം മേടിച്ചുകൊണ്ട് വന്നിട്ട് വീടിനകത്ത് തളിക്കുക. ഈ വക കാര്യങ്ങളൊക്കെ ചെയ്താൽ വീടിനുള്ളിലെയും വീടിൻ്റെ ചുറ്റുമുള്ള നെഗറ്റീവിനെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് വിഷുബലത്തിൻ്റെ അന്ന്, അതായത് 1-ാം തീയതി ആരുടെയും കയ്യിൽ നിന്ന് നമ്മൾ കടം വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. ധനമായാലും എന്ത് ദ്രവ്യങ്ങളായെങ്കിലും കടം വാങ്ങിക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ അടുക്കളയിലെ പാത്രങ്ങളിൽ ഒരു സാധനങ്ങളും തീർന്നു പോകുന്ന രീതിയിൽ ഉണ്ടാവാതിരിക്കാനായിട്ട് 1-ാം തീയതി തലേ ദിവസം തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ആ പാത്രം മുഴുവനായിട്ട് നിറച്ചില്ലെങ്കിൽ പോലും ഒരു സാധനത്തിനും നമ്മൾ 1-ാം ദിവസം പാചകം ചെയ്യുമ്പോൾ ദാരിദ്ര്യം, അതായത് തീർന്നു പോകുന്ന അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് കടയിൽ പോകേണ്ട സാഹചര്യം നമ്മൾ ഒഴിവാക്കിയിട്ട് തലേ ദിവസം തന്നെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒന്നുകൂടെ വീക്ഷിച്ച് എല്ലാം വാങ്ങിച്ച് അടുക്കളയിൽ വയ്ക്കുക. അന്നത്തെ ദിവസം നമ്മൾ ഇന്ന സാധനം ഇല്ല എന്ന രീതിയിൽ കടയിൽ പോകാതിരിക്കുക. കഴിയാവുന്നത് കൈനീട്ടങ്ങൾക്കും മറ്റു കാര്യങ്ങൾ നമ്മുടെ പ്രാധാന്യത്തിനുള്ളത് ഒഴികെ ബാക്കി കാര്യങ്ങൾക്കൊന്നും ധനം ചെലവഴിക്കാതിരിക്കാനും അന്നത്തെ ദിവസം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്ന നക്ഷത്രക്കാരെന്നൊക്കെ നമുക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി എല്ലാവരും കയറി ചാനലിൽ നോക്കേണ്ടതാണ്. 1-ാം തീയതി ഇന്ന നക്ഷത്രക്കാർ വന്ന് നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിച്ച നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ആ നക്ഷത്രക്കാരെയൊക്കെ സമീപത്തുണ്ടെങ്കിൽ അവരെ നമ്മുടെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് വീട്ടിലോ ഇല്ലെങ്കിൽ സമീപത്ത് എവിടെയെങ്കിലുമൊക്കെ പശു വളർത്തുന്ന വീടുണ്ടെങ്കിൽ 1-ാം തീയതി രാവിലെ പശുവിന് ആവശ്യമായിട്ടുള്ള പുല്ലോ വൈക്കോലോ പഴങ്ങളോ വാങ്ങിച്ചുകൊണ്ട് പശുവിന് അന്നത്തെ ദിവസം രാവിലെ കൊടുക്കുന്നത് ഏറ്റവും ഐശ്വര്യപൂർണ്ണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഗോക്കൾക്ക് 1-ാം തീയതി ശ്രീകൃഷ്ണ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് ഗോക്കൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. അന്ന് ഗോയനെ പശുദാനം ചെയ്യാനായിട്ട് സാധിക്കില്ലെങ്കിലും പശുക്കൾക്ക് അന്നത്തെ കൊടുത്താലും പശുദാനം ചെയ്തതിൻ്റെതായ ഫലം വരുമെന്നാണ്. ഏറ്റവും ദാനങ്ങളിലെ ഏറ്റവും പ്രധാനം അന്നദാനം, അതിനുശേഷം ഗോദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പശുദാനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പശുക്കൾക്ക് അന്നത്തെ ദിവസം വൈക്കോലോ പുല്ലോ പഴങ്ങളോ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഈ പറഞ്ഞതായ ലളിതമായ കാര്യങ്ങളിലൂടെ നമ്മുടെ വീട്ടിലെ എല്ലാവിധ നെഗറ്റീവിനെയും മാറ്റി നമ്മുടെ ജീവിതത്തിന് പരിപൂർണ്ണ എനർജിയെ നമുക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. അന്ന് നമ്മളൊരു ശപഥം പോലെ തന്നെ ഒരു കാര്യം സ്വീകരിക്കുക. എല്ലാ ദിവസവും കഴിയാവുന്ന എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ 1-ാം തീയതിയെങ്കിലും കൃത്യമായിട്ട് ഏതെങ്കിലും ക്ഷേത്ര ദർശനം നടത്തും എന്ന് ഉറച്ച ഒരു ശപഥം നമ്മൾ കൈക്കൊള്ളുക. അതേപോലെ 1-ാം തീയതി തുടങ്ങി എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വിളക്ക് തെളിക്കുന്നതിൻ്റെ പ്രാധാന്യവും അറിഞ്ഞുകൊണ്ട് കൃത്യമായിട്ട് ഇതുവരെ ചെയ്യാനായിട്ട് ഒന്നും സാധിക്കാത്തവരാണെങ്കിൽ പോലും 1-ാം തീയതി മുതൽ കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ പൂജാമുറിയിലോ അല്ലെങ്കിൽ ഭഗവാന്മാരുടെ ഫോട്ടോയുടെ മുമ്പിലോ ഒരു വിളക്ക് വയ്ക്കുക. ഇതൊന്നും ഇല്ലാത്തവരായാലും ഒരു നിലവിളക്ക് തെളിയിക്കുന്നത് മുടക്കാതിരിക്കുക. എല്ലാവർക്കും ജീവിതവും ഐശ്വര്യ സമ്പത്ത് പൂർണ്ണമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിഷുഫലം എല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞതാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതോടൊപ്പം തന്നെ ഈ വർഷത്തെ വിഷുഫലത്തോട് ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. ഓരോ നക്ഷത്രക്കാർക്കും വിഷുഫലത്തിൽ ഉള്ള ശുഭ അശുഭ ഫലങ്ങളും അവർ ഈ വർഷങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളും വിശദമായ വീഡിയോ പിന്നാലെ വരുന്നതായിരിക്കും. മൂകാംബികായേ നമഃ.